10 കണക്ഷൻ ഉണ്ടെങ്കിൽ 10 സർവീസ് ലൈനും സെപ്പറേറ്റ് വരും. അത് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് അതിനൊരു സേഫ്റ്റി ഇഷ്യൂ വരികയും ഇതൊരു 5 കണക്ഷനുള്ള 5 സിംഗിൾ ഫേസ് കണക്ഷനുള്ള ഒരു പാനലാണ്. ഈ ഒരു ബിൽഡിങ്ങിലേക്കുള്ള സപ്ലൈ മുഴുവൻ ഓഫ് ചെയ്യുന്നതിന് ഈ ഒരു സ്വിച്ച് വെച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സെപ്പറേറ്റ് ഓഫ് ചെയ്യണമെങ്കിലും അതിനുള്ള MCBകളും കട്ട് ഓഫ് ഫ്യൂസൊക്കെ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നു. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒരുപാട് വയറുകളും ഒരുപാട് കേബിളൊക്കെ ഈ പാനലിൻ്റെ ഭാഗത്തേക്കായിട്ട് കാണാനായിട്ട് സാധിക്കും. കുറച്ചുകൂടി വലിയൊരു പാനലാണ്. ഇവിടെ 2 3 ഫേസും ബാക്കി സിംഗിൾ ഫേസുമാണ് കൊടുത്തിരിക്കുന്നത്. ഇൻകമർ ഇവിടെ വന്നിട്ടുണ്ട്. നേരെ ബസ് ബാറിൽ നിന്ന് ഓരോ മീറ്ററിലേക്കുള്ള കണക്ഷൻ എടുക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നു. കേബിൾ ചേമ്പറും എന്നാൽ ചില കേസിൽ ഫുൾ കപ്പാസിറ്റി ഉള്ള ജെൻസെറ്റ് വെച്ചിട്ട് 3 ഫേസ് ഇന്നും 3 ഫേസ് ഔട്ടും കൊടുക്കും. അപ്പോൾ വിവിധ തരത്തിലുള്ള മീറ്റർ പാനലുകൾ നമുക്ക് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കാം. നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ മീറ്റർ ബോർഡുകൾ, കഴിഞ്ഞ ദിവസം നമ്മൾ മീറ്റർ പാനലുകളെ കുറിച്ച് മനസ്സിലാക്കി. ഒരു MSB അതിൻ്റെ മീറ്റർ ബോർഡും CT മീറ്റർ ബോർഡായിരുന്നു നമ്മളന്ന് മനസ്സിലാക്കിയത്. ഇന്നിപ്പം മീറ്റർ പാനലുകൾ, അതുപോലെ മീറ്റർ ബോക്സ് തൊട്ട് മീറ്റർ പാനൽ വരെ. അപ്പം നമുക്കറിയാം, പണ്ടൊക്കെ നമ്മൾ മീറ്ററുകൾ ഒരു ചെറിയ കോംപ്ലക്സിന് വേണ്ടിയിട്ട് മീറ്ററുകൾ 5 10 കണക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു ഷീറ്റിലടിച്ചിട്ട് ആ മീറ്ററുകൾ ഇങ്ങനെ ഓപ്പണായിട്ട് വെക്കുന്ന ഒരു രീതിയാണ് കണ്ടിരുന്നത്. അപ്പോൾ 10 കണക്ഷൻ ഉണ്ടെങ്കിൽ 10 സർവീസ് ലൈനും സെപ്പറേറ്റ് വരും. അത് കുറച്ചു കാലം കഴിയുമ്പോഴത്തേക്ക് അതിനൊരു സേഫ്റ്റി ഇഷ്യൂ വരികയും ഈ സർവീസ് ലൈനൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥ വരികയും ചെയ്തു. അതിനുശേഷം ഇപ്പം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം കൂടുതൽ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് മീറ്റർ പാനലുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ മീറ്റർ പാനൽ ഉപയോഗിക്കുമ്പം 5 10 കണക്ഷൻ ഉണ്ടെങ്കിൽ ഒരു കേബിളാണ് പാനൽ ബോർഡിലേക്ക് വരുന്നത്. അതിനുശേഷം അത് പാനൽ ബോർഡിൽ ബസ് ബാർ വെച്ച് മീറ്റർ ചേമ്പറൊക്കെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് അതിൽ നിന്നാണ് ഔട്ട് ഗോയിങ് ഓരോ റൂമിലേക്കും അല്ലെങ്കിൽ സെപ്പറേറ്റ് കണക്ഷനിലേക്ക് പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണ്, അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ഒരു പാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു 3 ഫേസ് ഡയറക്റ്റ് മീറ്ററാണ് വരുന്നത്. അപ്പോൾ ഇതിന് മീറ്ററിങ്ങിനുള്ള പ്രൊവിഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. താഴെ കട്ട് ഔട്ട് ഫ്യൂസ്. അപ്പോൾ ഇതിന് ഒരു സെറ്റ് ഇൻഡിക്കേറ്ററും ഒരു ഓൾട്ടിമീറ്ററും RCBയും കണക്ട് ചെയ്തിരിക്കുന്നു. അതിൻ്റെ താഴെ നിന്നാണ് ഔട്ട് ഗോയിങ് പോകുന്നത്. ചെറിയൊരു ഇൻഡസ്ട്രിക്കാണ്. 2 മോട്ടറും അതുപോലെ ഒരു ലൈറ്റ് ലോഡിലേക്കുള്ള പാനലിലേക്ക് പോകാൻ വേണ്ടി സേഫ് ആയിട്ടിരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്തതാണ്. ഈ പാനൽ ഇത് ചെയ്യുന്നതിന് മുമ്പ് ഇതൊരു ഓപ്പൺ ആയിട്ട് ഷീറ്റേൽ സേഫ് അല്ലാത്ത രീതിയിലാണ് ഇരുന്നത്. അപ്പോൾ അത് സേഫ് ആക്കുന്നതിന് വേണ്ടിയിട്ടും നല്ല രീതിയിൽ സേഫായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അറേഞ്ച്മെൻറ്റ്സ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാനലിലേക്ക് വരുവാണെങ്കിൽ ഇതൊരു 5 കണക്ഷനുള്ള 5 സിംഗിൾ ഫേസ് കണക്ഷനുള്ള ഒരു പാനലാണ്. നമുക്കറിയാം, നേരത്തെ നമ്മൾ ഒരു ഷീറ്റിൽ മീറ്ററുകളെല്ലാം നിരത്തി വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ സേഫ്റ്റി ഇഷ്യൂ കൂടിയുണ്ട്. ഇപ്പോൾ ഒരു 1 2 3 കണക്ഷനൊക്കെയാണ് അങ്ങനെ കൊടുക്കുന്നത്. ഒരു 3 4 കണക്ഷന് മുകളിൽ വരുവാണെങ്കിൽ ഇപ്പോൾ ഒരു മീറ്റർ പാനലിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള റൂൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ഈ ഒരു 5 കണക്ഷനുള്ള പാനലിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആണ്. ഇൻകമർ ഇവിടെ വന്നു, ഇൻകമറിൽ നിന്ന് ബസ് ബാറിലേക്ക് വന്നു. അതിനുശേഷം ഓരോ മീറ്ററിങ്ങിനുള്ള പ്രൊവിഷനും കൊടുത്തിരിക്കുന്നു. ഈ ഒരു പാനലിലേക്ക് വരാമെങ്കിൽ ഈ ഒരു പാനലിൽ സിംഗിൾ ഫേസും 3 ഫേസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇൻകമർ MCCB ആണ് വന്നിരിക്കുന്നത്. അതിനുശേഷം 2 3 ഫേസിനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നു. അതുപോലെ ബാക്കിയുള്ളത് സിംഗിൾ ഫേസും. അപ്പോൾ ഈ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഇപ്പോൾ സേഫായിട്ട് അവർക്ക് KCBന്ന് മീറ്ററുകൾക്ക് വന്ന റീഡിങ് എടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. പെട്ടെന്ന് ഈ ഒരു ബിൽഡിങ്ങിലേക്കുള്ള സപ്ലൈ മുഴുവൻ ഓഫ് ചെയ്യുന്നതിന് ഈ ഒരു സ്വിച്ച് വെച്ചിട്ട് നമുക്ക് ഓഫ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ സെപ്പറേറ്റ് ഓഫ് ചെയ്യണമെങ്കിലും അതിനുള്ള MCBകളും കട്ട് ഓഫ് ഫ്യൂസൊക്കെ അതിൻ്റെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നു. മുകളിലായിട്ട് നമ്മളൊരു എല്ലാ എർത്തിങ് കമ്പൈനായിട്ട് കൊടുക്കുന്ന എർത്തർഷിപ്പും കണക്ട് ചെയ്തിട്ടുണ്ട്. താഴെ ആ ഒരു ഭാഗത്തു നിന്ന് കേബിൾ വരുന്നു. കേബിൾ നേരെ വന്ന് താഴേക്കൂടെ വന്ന് താഴെ ഒരു കേബിൾ ചേമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റലേഷൻ കഴിയുമ്പോൾ ഈ ഒരു ഭാഗം ഇലക്ട്രിക്കൽ റൂം വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കും. ഇത് കുറച്ചുകൂടി വലിയൊരു പാനലാണ്. ഇവിടെ 2 3 ഫേസും ബാക്കി സിംഗിൾ ഫേസുമാണ് കൊടുത്തിരിക്കുന്നത്. ഇൻകമർ ഇവിടെ വന്നിട്ടുണ്ട്. നേരെ ബസ് ബാറിൽ നിന്ന് ഓരോ മീറ്ററിലേക്കുള്ള കണക്ഷൻ എടുക്കാനുള്ള പ്രൊവിഷൻ കൊടുത്തിരിക്കുന്നു. കേബിൾ ചേമ്പറും ടോപ്പിൽ നിന്ന് കേബിൾ ഇറങ്ങി താഴേക്കൂടെ കേബിൾ ചേമ്പർ വഴിയാണ് ഓരോ മീറ്ററിലേക്ക് പോകുന്നത്. ഈ ഒരു പാനലിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു CT മീറ്റർ പാനലാണ്. CT മീറ്ററിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒരു 25 kW മുകളിലുള്ള പാനലാണ് CT മീറ്ററായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് KCB ഡൈവേഴ്സിറ്റി ഫാക്ടറിനെ അനുസരിച്ചിട്ട് ചിലപ്പോൾ 30 kW CT മീറ്റർ ഇല്ലാതെ കൊടുക്കും. കോമൺലി കൊടുക്കുന്നത് 25 kW മുകളിലേക്ക് CT മീറ്ററാണ് കൊടുക്കുന്നത്. ഇതൊരു ഔട്ട്ഡോർ CT മീറ്ററാണ്. ഇതിൽ KCB ഇൻകമറും CT വിടാനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ചെറിയ കേബിളായിരിക്കും വരുന്നത്. മീറ്ററിങ്ങിനുള്ള പ്രൊവിഷൻ ഇവിടെ കട്ട് ഓഫ് ഫ്യൂസും പുറത്തേക്കുള്ള ഔട്ട് ഗോയിങ്ങിനുള്ള സ്വിച്ചും കൊടുത്തിരിക്കുന്നു. ഔട്ട് ഗോയിങ് മീറ്റർ ബോർഡിൽ തന്നെ കൊടുക്കുന്നതിന് കാരണം ആ ഒരു സിസ്റ്റത്തിലേക്കുള്ള സപ്ലൈ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓഫ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ കേബിളിന് പ്രൊട്ടക്ഷനും. ഇപ്പോൾ കേബിൾ കുറച്ച് അകലെയാണെങ്കിലും
അതിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു SFU അല്ലെങ്കിൽ MCCB ഉപയോഗിക്കുന്നത്. അപ്പോൾ എങ്ങനെയൊക്കെ ആയാലും നമുക്ക് മീറ്റർ പാനലുകൾ നമുക്ക് എന്തായാലും എല്ലാ ഇൻസ്റ്റലേഷനും ആവശ്യമുണ്ട്. HT അല്ലെങ്കിൽ LTയിലേക്ക് വരുമ്പോഴത്തേക്കും വിവിധ തരത്തിലുള്ള മീറ്റർ പാനലുകൾ. നമ്മൾ ഫ്ലാറ്റുകളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് ജെൻസെറ്റും KCB ഉണ്ട്. അപ്പോൾ അത് 2 രീതിയിൽ ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക് ചേഞ്ച് ഓവർ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്, അത് വേറൊരു രീതിയിലാണ് ചെയ്യുന്നത്. ഈ ഒരു ഡിസൈനിലായിരിക്കില്ല വരുന്നത്. അപ്പോൾ ഓരോ ഫ്ലാറ്റുകളിലേക്ക് വരുമ്പോൾ ചില കേസുകളിൽ വരുമ്പോൾ അവർക്കൊരു 500 വാട്ട് അല്ലെങ്കിൽ ഒരു 1000 വാട്ടിൽ കൺട്രോൾ ചെയ്യേണ്ടതുണ്ട്. കാരണം ചെറിയ ജെൻസെറ്റ് വെച്ചാൽ അത്യാവശ്യം ലൈറ്റ് ലോഡുകൾ മാത്രം വരയ്ക്കുന്ന രീതിയിലായിരിക്കും അതിൻ്റെ സംവിധാനം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ACCLന് DGയുടെ ഔട്ട് വരുന്ന സിംഗിൾ ഫേസ് ആയിരിക്കും. എന്നാൽ ചില കേസിൽ ഫുൾ കപ്പാസിറ്റി ഉള്ള ജെൻസെറ്റ് വെച്ചിട്ട് 3 ഫേസ് ഇന്നും 3 ഫേസ് ഔട്ടും കൊടുക്കും. അപ്പോൾ വിവിധ തരത്തിലുള്ള മീറ്റർ പാനലുകൾ നമുക്ക് ഓരോന്നും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നമ്മുടെ ചാനലിന് ഇതുവരെ നല്ലൊരു സപ്പോർട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ടെക്നിക്കൽ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് ഹെൽപ്പ് ചെയ്യുക. താങ്ക് യു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.